എല്ലാവർക്കും പ്രശ്യു മാധവ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി ലഡു എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനായി ഞാൻ 1 കപ്പ് മുഴുവൻ റാഗിയാണ് എടുത്തിട്ടുള്ളത്. ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് റാഗി ചേർത്ത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. റാഗിപ്പൊടി കൊണ്ടും ഞാൻ മുമ്പ് ലഡു ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും ടേസ്റ്റായി തോന്നിയത് ഇങ്ങനെ മുഴുവൻ റാഗി എടുത്ത് റോസ്റ്റ് ചെയ്ത് പൊടിച്ച് ലഡു ഉണ്ടാക്കിയപ്പോഴാണ്. എൻ്റെ മോനും വളരെ ഇഷ്ടമുള്ള ഒരു വിഭവമാണിത്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ റാഗി ഒരു റിച്ച് ഫുഡാണ്. കാരണം ഇതിൽ ഒരുപാട് കാൽസ്യവും അയണും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായി റോസ്റ്റ് ചെയ്ത് ആയി വരുമ്പോൾ ഇതിൽ നിന്ന് നല്ലൊരു മണം വരും. ചൂടായതിനു ശേഷം ആറിയതിനു ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത് അതിലേക്ക് ചേർക്കാനായി നട്ട്സ് പൗഡറും 1/2 കപ്പ് ശർക്കരയും പിന്നെ നെയ്യുമാണ് വേണ്ടത്. ഞാനിവിടെ നാടൻ നെയ്യാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു പാൻ എടുക്കുക. പാൻ എടുത്ത് സ്റ്റൗ ഓൺ ചെയ്ത് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. റാഗിയുടെ അളവിനനുസരിച്ചാണ് നെയ്യുടെ ചേർക്കേണ്ടത്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. നെയ്യുടെ അളവ് അനുസരിച്ച് ടേസ്റ്റും നന്നായി കൂടി വരും. 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അല്പൽപ്പായ റാഗി ചേർത്ത് കൊടുത്തു. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ റാഗിപ്പൊടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നന്നായി ഇളക്കി ഈ സമയത്ത് തന്നെ ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റി നന്നായി റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. കാരണം ഇത് നമ്മൾ ഓൾറെഡി നന്നായി റോസ്റ്റ് ചെയ്ത് പൊടിച്ചതാണ്. നെയ്യുമായിട്ട് ഒന്ന് മിക്സായി വരുന്നതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നട്ട്സ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. നട്ട്സ് പൗഡർ ഇതിനോടൊപ്പം മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കാനുള്ളത് ശർക്കരയാണ്. ശർക്കര പാനിയായോ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിവിടെ ഡയറക്റ്റായി ഗ്രേറ്റ് ചെയ്ത ശർക്കര ഇതിനോടൊപ്പം ചേർക്കുകയാണ്. ഗ്രേറ്റ് ചെയ്ത ശർക്കര ഇതിനോടൊപ്പം ചേർത്ത് ഒന്ന് ഉരുകി വരാനുള്ള സമയം മാത്രം മതി. കാരണം ഇത് ഓൾറെഡി നന്നായി കുക്ക് ആയിട്ടുള്ളതാണ് റാഗി. നന്നായി ശർക്കര ചേർത്ത് നന്നായി ഇളക്കി ശർക്കര ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആകുന്ന വരെ മാത്രം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇതിനോടൊപ്പം വേണമെങ്കിൽ തേങ്ങ ചിരകിയതും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ചേർക്കുന്നില്ല, കാരണം എൻ്റെ മോന് തേങ്ങ കടിക്കാൻ കിട്ടുന്നത് അത്ര ഇഷ്ടമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് ഇളക്കി തേങ്ങയും നട്ട്സ് പൗഡറും ശർക്കരയും എല്ലാം ചേർന്ന് നന്നായി ഒന്ന് ഇളക്കി സെറ്റായി വരണം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റി അല്പം ചൂടാറിയതിന് ശേഷം ഞാനിവിടെ ഹോട്ട് വാട്ടറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടാക്കിയ പാല് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിന് ശേഷം നമുക്ക് കൈവച്ച് ചെറിയ ബൗൾസാക്കി ഉണ്ടാക്കി വെക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് റാഗി ലഡു. ഇത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം
നമുക്ക് നല്ല അടപ്പുള്ള ഒരു കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരാഴ്ച വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇത് കുട്ടികൾക്ക് ആവശ്യത്തിനനുസരിച്ച് നൽകാവുന്നതാണ്. കാരണം ഇതിൻ്റെ ഒരു പ്രിസർവേറ്റീവ്സോ ഒന്നും തന്നെ ഇല്ല. നല്ല അടപ്പുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കാം. ഞാനിവിടെ എൻ്റെ മോന് കഴിക്കാൻ കൊടുക്കുകയാണ്. അവൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ അറിയാം